നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങൾ, എപ്പോഴും ഒരു വൺ വേ ട്രാഫിക്കാണ് നടത്തുന്നത് എന്ന് തോന്നാറുണ്ട്. അത് തോന്നൽ മാത്രമല്ല, അത് സത്യമാണ് താനും. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ BJP പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു പദയാത്ര നടക്കുന്നുണ്ടല്ലോ. അതിനോടനുബന്ധിച്ച് ചിലയിടങ്ങളിൽ ചില ഫ്ലെക്സുകൾ വെച്ചിരുന്നു. അപ്പോൾ ഉച്ചഭക്ഷണത്തിന് SC/ST മോർച്ച നേതാക്കളുടെ ഒപ്പം ഉച്ചഭക്ഷണം എന്നാണ് ആ പ്രോഗ്രാം ശരിക്കും വരേണ്ടിരുന്നത്. പക്ഷേ ഫ്ലെക്സ് അടിച്ചവർ അത് SC/ST നേതാക്കൾക്കൊപ്പം എന്ന് മാത്രമാണ്, ആ മോർച്ച എന്നുള്ള വാക്ക് വിട്ടുപോയി. പക്ഷേ ആ ഒരു ഒറ്റ വാക്ക് അഥവാ ആ ഒരു വാചകം എടുത്തുകൊണ്ട് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ എത്ര മണിക്കൂറാണ് അത് ചർച്ച ചെയ്തത് എന്ന് ഓർക്കുക. ഒരു അടിയോൻ ഉടയോൻ ബന്ധമാണ് എന്ന തരത്തിൽ വരെ സവർണ അവർണ, അതിനകത്ത് ഒരു ആവശ്യവുമില്ലാതെ ബ്രാഹ്മണിക്കൽ ഹെജിമണി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് കുത്തിക്കലർത്തി മണിക്കൂറുകൾ അവർ ചെലവഴിച്ചു ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഒന്ന് ഓർത്തു നോക്കൂ, കെ സുരേന്ദ്രനെ പോലെ ഒരു വ്യക്തി OBC-കാരനായിട്ടുള്ള വ്യക്തിയാണ്. അതിന് പകരം അവിടെ ഒരു സവർണനായിരുന്നു എങ്കിൽ ഏത് രീതിയിൽ അവർ അത് വക്രീകരിക്കുമായിരുന്നു എന്ന് ഓർത്തു നോക്കാം. ഇനി ഇതേ കൂട്ടർ തന്നെ, അതായത് കെ സുരേന്ദ്രൻ്റെ പദയാത്രയിൽ ഫ്ലെക്സിൽ ഇങ്ങനൊരു വാചകം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിലെ ഒട്ടുമിക്ക ചാനലുകളിലും അത് മണിക്കൂറുകളോളം ചർച്ചയാക്കിയ അതേ കൂട്ടർ തന്നെ കാണാതെ പോയ മറ്റൊരു കാര്യമുണ്ട്. അതാണ് നിങ്ങൾ കാണുന്നത്. നോക്കുക, നവകേരള സദസ്സിൻ്റെ തുടർച്ച, ആദിവാസി ദളിത് വിഭാഗങ്ങളുമായി മുഖ്യമന്ത്രിയുടെ മുഖാമുഖം, എന്നിട്ട് തമ്പുരാൻ്റെ ഫോട്ടോയോടെ ഉണ്ട്. ഇത് കാണുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തമ്പുരാൻ എഴുന്നള്ളുന്നുണ്ട്, അടിയാളന്മാർ അവിടെ റെഡിയായിട്ട് നിൽക്ക്, മുഖാമുഖത്തിന് വരുന്നു എന്നാണോ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇന്ത്യയിൽ, കേരളത്തിൽ, ഇവിടെയൊക്കെ നമുക്കറിയാവുന്ന പോലെ തന്നെ ജാതി ഒരു യാഥാർത്ഥ്യമാണ്. ജാതിയും ഗോത്രവും ഉപഗോത്രവും ജാതിയും ഉപജാതിയും ഒക്കെ ഒരു യാഥാർത്ഥ്യമാണ്. നൂറുകണക്കിന് ജാതിയും ഉപജാതിയും ഗോത്രങ്ങളൊക്കെ ഉള്ളൊരു രാജ്യം തന്നെയാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റൂ. അല്ലാതെ സുരേന്ദ്രൻ ഇടുമ്പോൾ അത് വള്ളിക്കളസവും പിണറായി ഇടുമ്പോൾ അത് ബെർമുടയുമായി മാറില്ല. ഇത് മനസ്സിലാക്കി തന്നെ വേണം ഇവിടുത്തെ മാധ്യമങ്ങളും പെരുമാറാൻ. പക്ഷേ അവർ അങ്ങനെയല്ല പെരുമാറുന്നത്. അതുകൊണ്ടാണ് സുരേന്ദ്രൻ്റെ ഫ്ലെക്സിൽ അവർ വലിയ തെറ്റ് കാണുകയും എന്നാൽ മുഖ്യമന്ത്രിയുടെ ആ ഇതിൽ തെറ്റ് കാണാതെ അത് ചർച്ച പോലും ചെയ്യാതെ ഇരിക്കുന്നത്. ഇത് രണ്ടും ചർച്ച ചെയ്യേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് രണ്ടും ചർച്ച ചെയ്യാത്തത്? അത് തെറ്റാണെങ്കിൽ ഇതും തെറ്റ് തന്നെയാണ്. അല്ലാതെ അത് തെറ്റും ഇത് ശരിയാവുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഇവിടുത്തെ മാധ്യമങ്ങൾ എപ്പോഴും ഒരു വൺ വേ ട്രാഫിക് മാത്രമാണ് നടത്താറുള്ളത്. അത് ഇനി അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം അങ്ങനെ ഒരു വൺ സൈഡ് ആളുകൾക്ക് വേണ്ടി മാത്രം പറയേണ്ട ആൾക്കാരല്ല മാധ്യമങ്ങൾ. ജനാധിപത്യത്തിൻ്റെ 4ാം തൂൺ എന്നൊക്കെ അറിയപ്പെടുന്ന അവർ അങ്ങനെയല്ല നിൽക്കേണ്ടത്. പലർക്കും രാഷ്ട്രീയ ചായ്വൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. അതിലെ ആങ്കർമാരുടെ അല്ലെങ്കിൽ വാർത്ത വായിക്കുന്നവരുടെ കാര്യമൊക്കെയാണ്. പക്ഷേ അതിൻ്റെ എല്ലാം ഉപരിയായിട്ട് കുറച്ചെങ്കിലും നിഷ്പക്ഷത വേണ്ടതല്ലേ? സുരേന്ദ്രൻ്റെ ആ ഫ്ലെക്സിലെ കാര്യങ്ങൾ മണിക്കൂറുകളോളം ചർച്ച ചെയ്ത് ചില ദളിത് ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പുരുഷനും സ്ത്രീയും ഒക്കെ വന്നിരുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ഒരാവശ്യവുമില്ലാതെ സംഘത്തിനെയും മറ്റുമൊക്കെ പിടിച്ച് വലിച്ചിടുകയും എന്നോ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് കൂട്ടിക്കുക, അതിപ്പോഴും വലിച്ചിഴച്ച് ഇപ്പോഴും അത് നടക്കുന്നു എന്ന തരത്തിൽ പറയുമ്പോൾ ഓർക്കുക, ഇവർ ചരിത്രത്തെപ്പറ്റി പറയേണ്ടത് ഇവർക്ക് താല്പര്യമുള്ള വർഷം കഴിഞ്ഞ് താഴോട്ടുള്ളതല്ല പറയേണ്ടത്, ഇങ്ങോട്ടുള്ളതല്ല പറയേണ്ടത്. അതിനും പുറകോട്ടും കൂടെ പോയി കഴിഞ്ഞാൽ അടിമത്തം ഇവിടെ ഉണ്ടായിരുന്നു. അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ അടിമകളെ കച്ചവടം ചെയ്യുകയും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ 1400 വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് മാനവരിൽ മഹോന്നതൻ എന്നൊക്കെ പറയുന്ന വ്യക്തിയൊക്കെ ജീവിച്ചിരുന്ന കാലത്തും ഈ സംഗതി ഉണ്ടായിരുന്നു. അടിമ വ്യവസായം തന്നെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ആരും പറയാറില്ല. അതൊക്കെ മനഃപൂർവ്വം തമസ്കരിച്ചുകൊണ്ട് ഈ 1-2 നൂറ്റാണ്ടിനപ്പുറം മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ മാത്രം പറയുകയും അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് ചേർത്ത് വെക്കുകയും അല്ലാത്ത കാര്യങ്ങൾ തമസ്കരിക്കുകയും ചെയ്യുന്ന ആ ഇരട്ടത്താപ്പ് ഇനി പറ്റില്ല എന്നേ ഇവരെയൊക്കെ ഓർപ്പിക്കാനുള്ളൂ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.